ബിന്ദു, ഷൈജു കാർത്തിക് ട്രിവാൻഡ്രം വരുന്നുണ്ട്. അപ്പൊ എന്റെ നമ്പർ ഒന്ന് വേണമെന്ന് പറഞ്ഞു. ബിന്ദു ഒന്ന് കൊടുത്തേക്കാവോ? ബിന്ദു, യൂസറേട്ടൻ എന്തോ പറഞ്ഞല്ലോ. യൂസറേട്ടൻ കാലിക്കറ്റ് വന്നിട്ടുണ്ടോ? 21 ദിവസം കാലിക്കറ്റിലുണ്ടെന്ന്. അപ്പൊ ബിന്ദു പോയി കണ്ടു എന്ന് പറഞ്ഞു. ബിന്ദുവും ഹസ്ബൻഡും കൂടെ കണ്ടെന്ന് ആണോ? സവാദേ, അതെ, സവാദ് ഇന്ന് ഭയങ്കര ഒരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അവന്റെ ഏട്ടനുണ്ട് ഹോസ്പിറ്റൽ, പാവം. ഹായ് ഫൗസി, സുഖമാണോ? പാവം. ഇവൻ മഴയത്ത് ചെന്ന് ബൈക്കിൽ ആക്സിഡന്റ് ആയി. ഇവൻ രക്ഷപ്പെട്ടു, എങ്ങനെയോ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ആ കൂടെ ഇരുന്ന ഫ്രണ്ടിനെ പിടിച്ച് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് സവാദ്. ഇവൻ കാരണം അവൻ രക്ഷപ്പെട്ടു. ഫുഡ് കഴിച്ചോ? കഴിച്ചു കഴിച്ചു അല്ലേ? ശരി. കല്ലാച്ചി എന്നുള്ള സ്ഥലത്തേക്ക് പോയിട്ട് വരുന്ന സമയത്തായിരുന്നു കുണ്ടും കുഴി അറിഞ്ഞില്ല എന്ന് വണ്ടി ഓടിക്കുമ്പോഴേ തെന്നി വീണു സവാദ്. മനോജ്, ആയ് എടാ, ഇപ്പോലെ കുറച്ചു മുമ്പ് മനോജ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചത്. இட்லியில் பொடி ஊற போட்டு டிஃபன் பாக்ஸில் வச்சுருக்கேன். அக்ரஹாரத்தில் மாமி மீட்டிங் மாதிரி நம்ம எல்லாரும் கூடி இருக்கோம். ட்ரெயினில் போயிட்டு இருக்கேன் அம்மா, சென்னைக்கு இப்போ. ஓகே மாமி, டேக் கேர், பை. நான் தான் ஹார்ட்ஸ் கொடுக்குறேன். ஓ, ஃபுட்டு சாப்பிட்டீங்களா மாமி? நான் இப்போ அடை அவியல். என்ன சமையல் அம்மா? ஐ எம் ஆல்சோ வெரி வெரி ஹாப்பி டு மீட் யூ ஆஃப்டர் லாங் டைம். நல்லா இருக்கீங்களா அம்மா? வணக்கம். ஹை. சவுகார் ஜானகி மாதிரி இருக்கு வாய்ஸு. அத்தை மடி மத்தை அடி. ஹாய் മനോജ്. ഇത് ആര് മനോജ്? മനോജ് അല്ല ഇത്. നേരത്തെ എங்கிட்ட பேசிட்டு இருந்த நான் சொல்கிறேன். நம்ம ஏதோ ஒரு பொண்ணு, ஜெயலக்ஷ்மியா விஜயலக்ஷ்மியா ஏதோ ஒரு ஆள் என்கிட்ட நல்லா பேசிகிட்டு இருந்த பொண்ணாக்கு இப்போ மனோஜுங்கிற பெயரில் வந்து என்னை அது இதுன்னு சொல்லி திட்டிகிட்டு இருக்கான். പാവം. സവാദേ, നാളെയാ വേദന അറിയുക. അതെ അതെ, മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല ചൂട് പാലിൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കുക കേട്ടോ. എന്തായാലും ആ പേടിച്ച് ഉറങ്ങുമ്പോൾ സ്വപ്നം വരും. എന്തായാലും കുരി വരച്ചിട്ട് കിടന്ന് ഉറങ്ങും. ചേച്ചി, അവൻ കിടന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാ ഓൻ ചോദിക്കുന്നത്. ചേച്ചി പാവം. ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചു. അവന് എന്താ പറ്റിയേ? കാൽ കൈ കുഴപ്പമില്ലല്ലോ. എല്ല് പൊട്ടിന്ന് ബിന്ദു, എല്ല് പൊട്ടിയിട്ടുണ്ട്. ഇല്ല ചേച്ചി, എനിക്കൊന്നും പറ്റിയില്ല. ഫുൾ ചെളിയിൽ കുളിച്ച് ഞാൻ രണ്ടുപേരും. സ്കിഡ് ആയതാണ്. അല്ല, മഴയാൽ കുഴിയിൽ വീണുന്നു. കാലിനും കൈക്കും എല്ല് പൊട്ടി പരിക്കുണ്ട് ബിന്ദു ചേച്ചി. മഴ ആയതുകൊണ്ട് കുഴി കണ്ടില്ല ചേച്ചി. മനസ്സിലായി. ഉദയ വന്നിട്ടുണ്ടോ വീണ്ടും?